ഹലോ, ഇന്നത്തെ വീഡിയോ അളവ് ഡ്രസ്സിൽ നിന്ന് എങ്ങനെയാണ് കറക്റ്റായിട്ട് അളവെടുത്തിട്ട് നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ ലൈനിങ്ങാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ അളവിനനുസരിച്ച് 2 പീസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. 4 ആയിട്ടാണ് മടക്കി എടുക്കേണ്ടത്. നമ്മൾ ഇതേപോലെ മടക്കിയിട്ടതിന് ശേഷം നമുക്കിതുപോലെ 4 പീസ് കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അളവ് ഡ്രസ്സ് മറിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടത് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതുപോലെ 2 ആയിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. കറക്റ്റായിട്ട് ഒപ്പത്തിന് വേണം നമ്മൾ മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മെഷർ ചെയ്യുമ്പോൾ അളവ് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇതേപോലെ ഇങ്ങനെ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് കുറച്ചും കൂടി ലൂസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടിയും ടൈറ്റായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഒപ്പം വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റിൻ്റെ ഏരിയ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. കാരണം സ്ലിറ്റ് നമ്മൾ മടക്കി അടിക്കേണ്ടത് കൊണ്ട് ഇതിൻ്റെ ഒപ്പം വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സ്ലിറ്റ് മടക്കി അടിക്കുമ്പോൾ ആ ഒരു ഏരിയയിലത്തെ മെറ്റീരിയൽ വളരെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മുടെ ടോപ്പിൻ്റെ കറക്റ്റ് ലെങ്ത്ത് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും ലൈനിങ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ മടക്കിയിട്ട് കുറച്ചിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ സ്ലീവ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം. പക്ഷെ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയാണ്. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് എങ്ങനെയാണോ ആം ഹോളിൻ്റെ ലെങ്ത്ത് വരുന്നത് അത് കറക്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ടേപ്പ് വെച്ച് അവിടെ മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ 8 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 8 ഇഞ്ച് കറക്റ്റ് ഇങ്ങനെ നേരെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആം ഹോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ബോഡി പോർഷൻ കട്ട് ചെയ്യുന്നത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും മെറ്റീരിയൽ എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കുക. അതിന് ശേഷം ഒരു മടക്കും കൂടിയും മടക്കിയെടുക്കുക. നമ്മൾ ലൈനിങ് മടക്കിയ പോലെ തന്നെ 4 പീസ് കിട്ടുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ മടക്കി വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസ് വച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഒപ്പത്തിന് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മുകളിൽ കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ലൈനിങ്ങിൻ്റെ ഒപ്പമല്ല കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടിയും കൂടുതലിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുഴപ്പമില്ല. നമുക്കത് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. താഴെ ഞാൻ കട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ നേരത്തെ അളവ് ഡ്രസ്സ് വെച്ചപ്പോൾ ലെങ്ത്ത് കൂടുതലായിരുന്നു. അപ്പോൾ ഇത് അളവ് ഡ്രസ്സിൻ്റെ ലെങ്ത്തിൻ്റെ കറക്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കാത്തത്. നമ്മളെപ്പോഴും ലൈനിങ് കുറച്ച് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.